നമസ്തേ. പ്രകൃതി മനുഷ്യന് തന്നിട്ടുള്ള കാഠിന്യമേറിയതും തിളക്കമേറിയ വസ്തുക്കളിലൊന്നാണ് രത്നങ്ങൾ. അവ നമ്മൾ കണ്ടറിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് ഓരോ വ്യക്തികൾക്കും അത് ഉപയോഗപ്രദമാകുന്നത്. രത്നങ്ങളെക്കുറിച്ച് കൂടുതലറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മേടലഗ്നമായിരുന്നു. മേടലഗ്നത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് പ്രാക്ടീസസ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇന്ന രത്നങ്ങൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ. അതല്ല അതിൻ്റെ ഒരു അടിസ്ഥാനം. നമ്മൾ വ്യക്തമായിട്ട് ഓരോ വ്യക്തികളുടെയും ചാർട്ടുകൾ പരിശോധിക്കണം, പഠിക്കണം. അതിനുശേഷമേ രത്നം ഉപയോഗത്തിലേക്ക് പോകാവൂ എന്ന് നമ്മൾ പറയണ്ടേ. അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ 2 രത്നങ്ങളായിരുന്നു റൂബി, അതുപോലെ റെഡ് കോറൽ. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അവർക്കത് വേണ്ട, അത്രയും ക്വാണ്ടിറ്റി വേണ്ട, അല്ലെങ്കിൽ അത്രയും ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അവർക്ക് സെമി പ്രീഷ്യസ് ആയിട്ടുള്ള പകരമായിട്ടുള്ള രത്നങ്ങൾ നമ്മൾ പറയുന്നത്. ഈ റൂബി അല്ലെങ്കിൽ റെഡ് കോറലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന രത്നങ്ങളിൽ പെടുന്ന, അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലുള്ള രത്നങ്ങൾ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും രണ്ടും നമുക്ക് റെഡ് എനർജി തരുന്ന രത്നങ്ങളാണ്. ഒരാളുടെ ബർത്ത് ചാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ ഒന്ന് പല കാര്യങ്ങളിൽ നമുക്ക് ഇയാൾക്ക് റെഡ് എനർജി ഉള്ളയാളാണോ നോക്കും. ഇപ്പോൾ ഈ സൂര്യൻ ഡെബിലിറ്റേഷൻ സംഭവിച്ചിരിക്കുന്നു, റെഡ് എനർജി കുറവായിരിക്കും, ആൾക്കൊരു അനീമിക്കായിട്ട് നിൽക്കും. സൂര്യൻ നീചാവസ്ഥയിൽ നിന്നാൽ ആൾക്കൊരു അനീമിക്കായിരിക്കും, റെഡ് എനർജി കമ്മിയായിരിക്കും. മനസ്സിലല്ലേ? അതുപോലെ തന്നെയാണ് ചൊവ്വ. ഈ 2 പ്ലാനറ്റിൻ്റെയും പൊസിഷൻ നമ്മൾ ഒരു ബർത്ത് ചാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. മറ്റ് ഗ്രഹങ്ങളെ നോക്കുന്നതോടൊപ്പം തന്നെ ഇത് നമ്മൾ നോക്കുക. ഇത് നോക്കിയിട്ട് ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഇതിൻ്റെ രത്നങ്ങൾ നമുക്ക് കൊടുക്കണം. അപ്പം നമ്മൾ ചില മരുന്നുകൾ സജസ്റ്റ് ചെയ്തിട്ട് ഒരു വൈറ്റമിൻ സിയും ഇയും കൂടെ കഴിച്ചു എന്ന് പറയല്ലേ ഡോക്ടേഴ്സ്, എന്ന് പറഞ്ഞതുപോലെ ഒരു സപ്ലിമെൻ്റ് പോലെ നിൽക്കും ഇത്. ഒരു മനുഷ്യൻ്റെ ചാർട്ടിൽ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ശാരീരികവും മാനസികവും എല്ലാ തരത്തിലുള്ള ഉന്മേഷം ഉണ്ടെങ്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ റെഡ് എനർജി ഒരാളുടെ ബോഡിയിൽ കുറവാണെങ്കിൽ അത് കവറപ്പ് ചെയ്യുന്ന രത്നങ്ങൾ ഉണ്ട്. അത് അയാൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഇതപ്പം നമ്മൾ നോക്കിയ വ്യാഴം എങ്ങനെയാണ് ആളുടെ ചാർട്ടിൽ നിൽക്കുന്നത് എന്നൊരു കാര്യം. അതൊരു ദൈവാധീനത്തിൻ്റെ അളവുകോലായതുകൊണ്ടാണത്. അതുണ്ടെങ്കിൽ വ്യാഴം നന്നായാൽ എല്ലാം നന്നായെന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. വ്യാഴത്തിന് വളരെ മോശം അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആൾ എന്തെല്ലാം എവിടെയൊക്കെ നിന്നാലും എന്തോ ഒരു മൈനസ് ഈശ്വരാധീന കുറവ്. കാരണം വ്യാഴം ഡിവൈൻ പ്ലാനറ്റാണ്, ഡിവിനിറ്റിയാണ്, ഒരു ലൈറ്റാണത്. മനസ്സിലായല്ലേ? അതിനകത്ത് ജാതിമതങ്ങളൊന്നുമില്ല. ഇതൊരു ചൈതന്യം തരേണ്ടത്, ഐശ്വര്യം തരേണ്ട ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം. അതിനും മങ്ങലേറ്റാൽ ഒരു മൊത്തത്തിൽ ആ വ്യക്തിക്കൊരു മങ്ങലേറ്റ പോലെ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ വ്യാഴത്തെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു, സൂര്യചന്ദ്രന്മാരെ ചെക്ക് ചെയ്തു, ലഗ്നം ചെക്ക് ചെയ്തു, ബേസിക് ചെക്കിങ് ചെയ്ത് ഈ കാര്യങ്ങൾ. അത് ആ കാര്യത്തിൽ പറഞ്ഞു പെടുന്ന ഒരു കാര്യമാണ് ഈ റെഡ് എനർജി ഈ പറയുന്നത്. അപ്പോൾ ഈ ലഗ്നം ചെക്ക് ചെയ്തു, വ്യാഴത്തെ ചെക്ക് ചെയ്തു, സൂര്യചന്ദ്രന്മാരെ ചെക്ക് ചെയ്തു. അവരുടെ പൊസിഷൻസ് ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെ ആണ്. കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും, പ്രശ്നങ്ങൾ ഇല്ലാതായിരിക്കും. ഒരു സ്മൂത്ത് റണ്ണിങ് ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും. അത് തന്നെയല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആൾക്കത് തരണം ചെയ്ത് പോകാനായിട്ട്. പിന്നെ അതിൽ നമുക്ക് ചൊവ്വയുടെയും സൂര്യൻ്റെയും നമ്മൾ പ്രത്യേകമായിട്ട് നോക്കുന്ന വെച്ചാൽ ആൾ എനർജറ്റിക് ആണോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ജോലിയല്ല, പക്ഷെ എന്നും ഭയങ്കര ക്ഷീണം, എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല, കിടക്കണം, ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് റെഡ് എനർജി ഇല്ലാത്തതുകൊണ്ടാണ്. മേടലഗ്നക്കാർ ചൊവ്വയും സൂര്യനും നിൽക്കുമ്പോൾ അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ടും അവർ ഓവർ കോൺഫിഡൻസും ഷോർട്ട് ടെമ്പർമെൻ്റ് ഈ 2 റെഡ് എനർജറ്റിക് പ്ലാനറ്റ് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട്, മേടത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ അതിനെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത്.
അപ്പോൾ അതിനകത്ത് നമുക്ക് ആ പോകുന്ന പോരായ്മകൾ എന്താണുള്ളത് അത് നമുക്ക് പരിഹരിക്കാൻ പ്രകൃതി തന്നിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി എന്നുള്ളതാണ് രക്തധാരണം. അത് കൃത്യമായിരിക്കണം, കൃത്യമായ അളവിലും തൂക്കത്തിലും ആയിരിക്കണം ധരിക്കുന്നത്. അളവിൽ കൂടുതലും ധരിക്കരുത്, അളവിൽ കുറഞ്ഞും ധരിക്കരുത്. ഓക്കെ. ഇപ്പം നമ്മൾ ഈ റൂബി അല്ലെങ്കിൽ റെഡ് കോറൽസിനെ കുറിച്ച് പറയുമ്പം അതിൻ്റെ ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടുന്നു, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മളൊന്ന് ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ പറയാതെ പോകുന്നത് ശരി. നമ്മൾ പല എപ്പിസോഡുകളിലും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കാണുന്ന ധാരാളം പുതിയ ആൾക്കാരുണ്ട്, പ്രേക്ഷകരുണ്ട്. അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന രീതിയിൽ നമ്മൾ ഈ റൂബി അതിൻ്റെ ഒരു അവൈലബിലിറ്റി എവിടെ നിന്ന് കിട്ടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ ചർച്ച ചെയ്ത് പോകാറുണ്ട്. റൂബിയുടെ ആദ്യ മൈൻ എന്ന് പറയുന്നത് ബർമീസ് റൂബി. ഇപ്പോഴും ബർമീസ് റൂബി എന്ന് പറഞ്ഞ് കല്ലുകൾ വരുന്നുണ്ട്. യഥാർത്ഥ കല്ലുകളാണെന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടിരിക്കുക. കാരണം വെച്ചാൽ ഇപ്പം മൈനൊന്നും ഇല്ല ഒന്നാമത്, ഇല്ലേ? ബർമ തന്നെ ഇല്ല. മ്യാൻമാർ എന്ന് പറയുന്ന ഒരു ഇതിലെ സ്ഥലമായിട്ട് മാറി. ബർമീസ് റൂബിക്ക് ആദ്യകാല മൈൻ ആയതുകൊണ്ട് പൊതുവേ നമ്മൾ ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ബർമീസ് റൂബി അത് പഴയ ട്രീറ്റ്. അതിനുശേഷം ധാരാളം പുതിയ മൈനുകൾ വന്നു, ധാരാളം. അതിലൊന്ന് നമുക്ക് വരാൻ പറയുന്ന മൊസാംബിക് മൈനുകൾ വന്നു, പിന്നെ ആഫ്രിക്കൻ മൈനുകൾ വന്നു. ഇപ്പോൾ ആഫ്രിക്കൻ നല്ല മൈൻ വന്നിട്ടുണ്ട്. ഇതികൾ പുതിയ മൈനുകൾ കണ്ടെടുക്കുകയാണല്ലോ. ഇതിൽ നിന്നൊക്കെ വരുന്ന കല്ലുകൾ ഇപ്പോൾ ആഫ്രിക്കൻ മൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കലർപ്പും അതിനകത്തില്ല. അവരുടെ മണ്ണ് തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള മണ്ണുകളാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ കല്ലുകളും, ആഫ്രിക്ക എന്ന് പറയുന്ന ഫ്രൂട്ട്സുകളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ റിച്ചാണ്, അധികം ക്ഷതയേക്കാത്ത ഭൂമിയാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന റൂബി അല്ലെങ്കിൽ അതിൻ്റെ പുതിയ മൈനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ റൂബിയുടെ ഒരു മൈനിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം ആഫ്രിക്കൻ മൈനുകൾ, പുതിയ മൈനുകളൊക്കെ കണ്ടെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന രത്നങ്ങൾ വളരെ റിച്ച് ആണ്. മിനറൽ കണ്ടന്റിന്റെ കാര്യത്തിൽ കൊറൻഡം എന്ന് പറയുന്ന ഒരു മിനറലാണ് ഇതിനകത്തുള്ളത്. ഒരു മിനറൽ ഗ്രൂപ്പിൽപ്പെട്ട കല്ലാണ് റൂബി. മനസ്സിലല്ലേ? ഈ റൂബി തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയ മൈനുകൾ, ഇപ്പം മൊസാംബിക് മൈൻ നല്ല മൈനാണ്, ആഫ്രിക്കൻ വെസ്റ്റ് മൈനാണ്. മനസ്സിലല്ലേ? അപ്പം ഇതെല്ലാം നമുക്ക് ഈ സൂര്യൻ്റെ എനർജി നമ്മളുടെ ബോഡിയിലോട്ട് കടത്തി വിടാനുള്ള ഘടന സവിശേഷതകൾ ഈ കല്ലിനകത്തെല്ലാം ഉണ്ട്. അങ്ങനെയാണ് പ്രകൃതി ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. രത്നങ്ങളും ഗ്രഹങ്ങളുമായിട്ടാണ് ഇതിൻ്റെ ബന്ധം. അപ്പോൾ സൂര്യരത്നം ധരിച്ചാൽ സൂര്യൻ നമ്മുടെ ധരിക്കുന്ന ആളിലേക്ക് ആക്ടിവേറ്റഡ് ആവുക ചെയ്യുന്നത്. ഈ ആക്ടിവേഷൻ റോങ് ആക്ടിവേഷൻ ആണോ നല്ല പോസിറ്റീവ് ആക്ടിവേഷൻ ആണെന്ന് ആ ചാർട്ട് നോക്കിയാൽ അറിയാം. അപ്പോൾ റോങ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റ് ഉള്ള ഒരു സൂര്യൻ്റെ പൊസിഷനുള്ള ആൾ സൂര്യൻ്റെ സ്റ്റോൺ ധരിച്ചാൽ ഡെഫിനറ്റ്ലി അയാൾക്ക് റോങ് ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും വരുന്നത്. 50% റോങ് ആണെങ്കിൽ അത് 75 ഈ കല്ല് കൊണ്ടുവരും. 50% പോസിറ്റീവ് ആണെങ്കിൽ 75% പോസിറ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് അപ്പോഴും സാധിക്കും. അതുകൊണ്ടാണ് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു രത്നനിർണയം ഇതിന് വളരെ ആവശ്യമാണ്. അതിന് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, ബർത്ത് പ്ലേസ്, ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ. പിന്നെ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ റൂബിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര തിളക്കം നോക്കി പോയി എടുക്കരുത്. കാരണം മുഴുവൻ ഇപ്പോൾ ഗ്ലാസ് ഫില്ലിങ്ങിൽ വരുന്നുണ്ട്. സ്റ്റോണുകൾ മൈൻ ചെയ്തെടുക്കുന്നത് വളരെ എക്സ്പെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ചിലവ് പിടിച്ച സാധാരണക്കാരനെ കൊണ്ട് പറ്റില്ല. വലിയ കമ്പനികളാണ് ചെയ്യുന്നത്. കമ്പനികൾ മൈനിങ് വളരെ ചിലവേറിയ ഒരു ഒരു പരിപാടിയാണത്. അപ്പോൾ അതിനകത്ത് ഒരു കല്ലുകളും നഷ്ടപ്പെടാൻ പറ്റത്തില്ല. അത് കമ്പനിക്കാർ സമ്മതിക്കത്തില്ല. ഫ്രാക്ചർ വരാം, ഇതൊക്കെ ബേസ്റ്റ് ചെയ്ത് പൊട്ടിച്ചൊക്കെയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പലത് വന്നാലും ഇത് പൊട്ടിപ്പോയതൊന്നും നമുക്ക് വേസ്റ്റായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഫ്രാക്ചർ വന്ന കല്ലുകൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് പകരം ഇപ്പം മറ്റ് രാജ്യങ്ങളുടെ പേരല്ല പറയുന്നതിന് പലതരത്തിലുള്ള ഫാക്ടറികളുണ്ട്, ട്രീറ്റ്മെൻറ്റുകൾ. പൊട്ടിയ കല്ല് ഹൈ ടെമ്പറേച്ചറിൽ, പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് ഹീറ്റ് ചെയ്തിട്ട്
അതിനകത്ത് നമ്മൾ ഗ്ലാസ് ഫില്ല് ചെയ്ത് ഫ്രാക്ചർ ഫില്ല് ചെയ്ത് ഗ്ലാസ് ഫില്ലിങ്. റൂബിയിൽ ഏറ്റവും നടക്കുന്ന കൃത്യവുമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ഫില്ലിങ്ങാണ്. ഗ്ലാസ് ഇട്ട് ഫില്ല് ചെയ്യുക, കണ്ടാൽ ഭയങ്കര തിളക്കമായിരിക്കും. പല ജുവലറികളിലും വരുന്ന നെക്ലെസ്സുകൾ, കമ്മലുകൾ ഒക്കെ നെക്ലെസ്സോട് കൂടി തന്നെ ഉള്ള കമ്മലും അതിനെല്ലാം ഭയങ്കര തിളക്കം. റൂബി ഇത് ഗ്ലാസ് ഫിൽഡാണ്. യഥാർത്ഥ റൂബി അല്ല അത്. യഥാർത്ഥ റൂബി ആണെങ്കിൽ ആ ഗോൾഡിനേക്കാളും വില വരും. മനസ്സിലായില്ലേ? ചില ജ്വല്ലറിക്കാർ അത് ആ കല്ലിന് വില മേടിക്കാറില്ല, തൂക്കവും ഇല്ല, വിലയും കുറച്ച് അങ്ങനെ കൊടുക്കും. അതെല്ലാം ഗ്ലാസ് ഫില്ലിംഗ് ആയിട്ടുള്ള റൂബികളാണ്. പിന്നെ ഫ്ലക്സ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ കല്ലുകൾ നാച്ചുറലായിട്ടുള്ള ആ ഒരു അപ്പിയറൻസ് വേണം കല്ലുകൾക്ക്. നാച്ചുറലായിട്ട് ഇൻക്ലൂഷൻസ് വേണം കല്ലുകൾക്ക്. എങ്കിലേ ആ കല്ല് നമുക്ക് ധരിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതിൻ്റെ തിളക്കമോ അല്ലെങ്കിൽ അതിൻ്റെ കളറോ മാത്രം കണ്ടിട്ട് കല്ലല്ല മാണിക്കല്ല എന്ന് പറയാറില്ലേ, അങ്ങനെ ഒരു ഫ്രേസ് തന്നെ ഉണ്ടല്ലോ. റൂബി കല്ലുകൾ ധരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഫ്രാക്ചറോ ഗ്ലാസ് ഫില്ലിങ്ങോ അമിതമായ തിളക്കമോ ഉണ്ടോ അത് വാങ്ങരുത്. അപ്പം അതാണ് നമ്മൾ അതിൻ്റെ ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ തെയ്വാനിൽ നിന്ന് വരുന്ന റൂബീസ് ഉണ്ട്, തായ്ലൻഡിൽ നിന്ന് വരുന്ന റൂബീസ് ഉണ്ട്, തായ്ലൻഡ് റൂബീസ് ഉണ്ട്. അതെല്ലാം കുറച്ച് തിളക്കമുള്ള കല്ലുകളാണ്. എന്നാലും അതെല്ലാം നമ്മൾ വളരെ ഇപ്പം എല്ലാം നമുക്ക് സംശയത്തോടു കൂടി തന്നെ നമ്മൾ നോക്കി വെക്കും. ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ നമ്മൾ തന്നെ ടെസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്, അത് ഒറിജിനൽ ആണോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. ഒരുപാട് ഗ്ലാസ് ഫില്ലിംഗ് ആണെങ്കിൽ അതിനകത്തൊന്നും ഫുള്ളായിട്ട് റീഡിങ് വരത്തില്ല. ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഈ റൂബി അല്ലെങ്കിൽ രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് റൂബി എക്സ്പെൻസീവായിട്ട് തോന്നുന്നു, അല്ല റൂബിക്ക് എക്സ്പെൻസീവ് ആണെങ്കിൽ ഗാർനറ്റ് ഉപയോഗിക്കുക. അതിന് പകരമായിട്ടുള്ള രത്നം, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള രത്നം. ഇല്ല, റെഡ് ജാസ്പർ എന്ന് പറയുന്ന കല്ലുകളുണ്ട്. ഇങ്ങനെ പല കല്ലുകളുണ്ട്. എല്ലാ ഒരു സാമ്പത്തിക ശേഷിയും സാമ്പത്തിക വിഭാഗപ്പെട്ട ആൾക്കാർക്കും കല്ലുകൾ ധരിക്കാം. അല്ലാതെ കാശുള്ളവർക്ക് മാത്രമല്ല കല്ല്. അവർക്ക് അനുയോജ്യമായ കല്ല് ഏതാന്നുള്ളത് കണ്ടെത്തി അവരുടെ ഒരു ഇതിൽ അനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് കാർ വാങ്ങരുതോ ഇല്ലേ? അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെയാണിത്. നമ്മുടെ കാര്യങ്ങൾ നോക്കി കണ്ട് വേണ്ട പോലെ ചെയ്യാം, അറിഞ്ഞ് നമ്മളത് ചെയ്യാം. ബഡ്ജറ്റിൽ പറ്റുന്ന കല്ല്, നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കല്ല്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കല്ല് വിത്ത് സർട്ടിഫിക്കേഷനോടുകൂടി, നല്ല ലാബിൻ്റെ സർട്ടിഫിക്കേഷനോടുകൂടി വാങ്ങി ധരിക്കുക. നല്ല രത്നങ്ങൾ മെയിനായിട്ട് നമ്മൾ പല എപ്പിസോഡിലും പറയാറുള്ള കാര്യമാണ്. കൃത്യമായിട്ടുള്ള രത്നനിർണയം, പിന്നെ ഉപയോഗിക്കുന്ന കല്ല് നാച്ചുറലാണെന്ന് ഉറപ്പ് വരുത്തുക, അത് കൃത്യമായ അളവിലും തൂക്കത്തിലും ധരിക്കുക. പിന്നെ ഇത് ധരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനെ വളരെ ക്ലീൻ ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പാലിച്ചു പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരു രത്നധാരണത്തിലേക്ക് പോകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ റൂബിയുടെ ഉപയോഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ മൈനുകളെക്കുറിച്ചും പറഞ്ഞു. അതേപോലെ തന്നെ പറഞ്ഞു വന്ന കാര്യമായിരുന്നു റെഡ് കോറൽസ്, പവിഴത്തിൻ്റെ ഉപയോഗം. ഇപ്പം ഈ മേടലഗ്നക്കാർ പവിഴം ഉപയോഗിക്കുമ്പം എങ്ങനെയാണത്, അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും അവരിപ്പോൾ എന്ന് വെച്ചാൽ മേടലഗ്നക്കാർക്ക്, സാധാരണ ആൾക്കാർക്ക് ഈ ലഗ്നത്തെക്കുറിച്ചൊന്നും അറിവില്ല. പിന്നെ മേടലഗ്നം അതേക്കുറിച്ച് അറിയാവുന്നവർക്കും അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഇത് അറിയാവുന്നത് നമ്മൾ രത്നങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ ശരിക്കും ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നത്. നമ്മൾ മേടലഗ്നമാണ് ഇപ്പം ഇതിനകത്ത് തന്നെ ഒരു മേടലഗ്നത്തിൻ്റെ ഒരു ചാർട്ടാണ്. ലഗ്നത്തിൻ്റെ സെക്കൻഡ് ഹൗസിൽ ചൊവ്വ നിൽക്കുക, ഇടവത്തിൽ. ലഗ്നാധിപൻ സെക്കൻഡ് ഹൗസിൽ നിൽക്കുന്നത് ഒരു വിശേഷമാണ്. ഒരു നല്ല പൊസിഷനാണ്. പണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സ്വന്തമായിട്ടുണ്ടാകാനും ഒക്കെയുള്ള ഒരു ചാർട്ടാണിത്. ഓക്കെ. 8th ഹൗസിലാണ് പക്ഷേ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ഒക്കെ നിൽക്കുന്നത്. 8th ഹൗസ് എന്ന് പറഞ്ഞാൽ വൃശ്ചികത്തിൽ, സ്കോർപ്പിയോ, സൈൻ ഓഫ് സ്കോർപ്പിയോയിലാണ് നിൽക്കുന്നത്. സൈൻ ഓഫ് സ്കോർപ്പിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് ഇമോഷണൽ വാട്ടർ സൈനാണ്.
ഡീപ്പ് ഇമോഷണൽ വാട്ടർ സൈനാണ്. അവിടെയാണ് ഈ ചന്ദ്രൻ നീചപ്പെട്ട് നിൽക്കുന്നത്. ചന്ദ്രബലം ഇല്ല അവിടെ. ചന്ദ്രബലം 0 ആണ്. പ്രത്യേകിച്ച് സൂര്യനോട് ചേർന്ന് നിൽക്കുക. അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ ചാർട്ടിലെ 1990 ചാർട്ടത്. അപ്പം ഒട്ടും ബലം അതിനില്ല. 4 പ്രധാന ഗ്രഹങ്ങൾ 8ലാണ് നിൽക്കുന്നത്. അപ്പം ഒരു ലഗ്നാധിപൻ 2 നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ട്രെയിനും സ്ട്രെസ്സും 8th ഹൗസ് എന്ന് പറയുന്നത് നല്ല ഹൗസല്ല. 8th ഹൗസിൽ ഈ ഒന്നാമത് 8th ഹൗസ് നിൽക്കുന്ന സൂര്യനും ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇതൊരു ശരിക്കും ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ജലരാശിയാണ്. ഇതിൽ നമുക്ക് ലൈറ്റ് തരുന്ന ലൂമിനേഷൻ തരുന്ന ലൂമിനേറ്റഡ് ആയിട്ടുള്ള പ്ലാനറ്റ്സിന് ഒരിക്കലും അവിടെ കംഫർട്ടബിൾ അല്ല. അതുകൊണ്ടാണ് ചന്ദ്രൻ അവിടെ നീചപ്പെട്ടു പോകുന്നത്. ചന്ദ്രൻ ലൂമിനസ് പ്ലാനറ്റാണ്. അത് വെള്ളത്തിൽ മുങ്ങിയ പോലെ ഇരുണ്ട രാശി അത്. മനസ്സിലായില്ലേ? അതിൽ വന്നപ്പോൾ അവർക്ക് ബ്രൈറ്റ്നസ് പോയി. അപ്പം തന്നെ ആൾക്ക് ഒരു സ്ട്രെയിനും സ്ട്രെസ്സും കാര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ അത് ലഗ്നത്തിൻ്റെ 2 നിൽക്കുന്ന ചൊവ്വ ഓക്കെ. 4th പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ചൊവ്വയല്ല. 4th ഹൗസ് എന്ന് പറയുന്ന കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നു. ആ വ്യാഴത്തിന് അവിടെ ഉച്ചസ്ഥിതി വന്നു. അതിൻ്റെ ഡിഗ്രി ഉണ്ട്. വ്യാഴത്തിന് ഉച്ചസ്ഥിതി വന്നപ്പം ഈ ഭാഗ്യാധിപൻ കൂടെയായ മേടലഗ്നക്കാർക്ക് ഭാഗ്യാധിപൻ എന്ന് പറഞ്ഞിട്ട് കല്ലെപ്പോഴും ആൾക്കാർ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് ഞാൻ പറയാം. ഈ മേടലഗ്നത്തിൻ്റെ ലഗ്നാധിപനായിരിക്കുന്ന വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതാണ് ഇവിടെ ചൊവ്വയെക്കാളും ബെനിഫിഷ്യലായിട്ട് നിൽക്കുന്നത്. ലഗ്നാധിപൻ ചൊവ്വയെക്കാളും നല്ലത്. ലഗ്നത്തിൻ്റെ 9ാം ഭാവം കൈകാര്യം ചെയ്യുന്ന വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ അകത്തെ ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ സ്റ്റോണാണ് ഏറ്റവും ബെസ്റ്റ് ഈ ചാർട്ട്. ചൊവ്വയുടെ സ്റ്റോൺ ലഗ്നാധിപനല്ലേ 2 നിൽക്കുന്ന ചൊവ്വയല്ലേ എന്ന് പറയുമ്പോൾ ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. ഈ കോറൽസ് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൂണിൻ്റെ 7th ഹൗസിലോ 8th ഹൗസിലോ ചൊവ്വ നിന്നാലും അത് ഇതിനകത്ത് ചൊവ്വ ദോഷമൊന്നുമില്ല. കാരണം ലഗ്നാധിപൻ ചൊവ്വയാണ്. ഈ വൃശ്ചിക കൂറാണ്, അതിൻ്റെ അധിപനും ചൊവ്വയാണ്. അത് പോയി 7th ഹൗസ് എന്ന ചൊവ്വ ദോഷമൊന്നല്ല. പക്ഷെ എങ്കിലും 7th-ലും 8th-ലും നിൽക്കുന്ന ചൊവ്വയുടെ കല്ലുകൾ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. കാരണം ഇതൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ ഈ ചാർട്ടുകാരൻ ഒരു ചൊവ്വ ദശയെ കൂടെ പോകുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി അയാളുടെ പാർട്ട്ണറെ ഇത് ഒന്ന് ഹിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. അല്ലേ തന്നെ സ്റ്റോൺ ഇട്ടില്ലെങ്കിൽ തന്നെ സ്റ്റോൺ ഇടുമ്പം ചിലപ്പം ആൾക്ക് എന്തെങ്കിലും വിഷമതകളോ ശാരീരികമായ വിഷമതകളോ ബുദ്ധിമുട്ടോ അപകടങ്ങളോ ഉണ്ടാക്കാം. അപ്പോൾ ഈ ചാർട്ടിന് ഞാൻ ലഗ്നാധിപൻ ചൊവ്വ 2-ൽ നിൽക്കുന്നെങ്കിലും ചന്ദ്രൻ്റെ 7th ഹൗസിലായതുകൊണ്ട് ഞാനത് കൊടുത്തില്ല. കൊടുക്കാനൊരു റിസ്ക് അത്രേ ഉള്ളൂ. അതിന് പകരം നല്ല ക്യാരറ്റേജ് 5 to 6 ക്യാരറ്റ് അല്ലെങ്കിൽ 6 to 7 ക്യാരറ്റ് നല്ല ശ്രീലങ്കൻ പെയിൽ യെലോയിഷ് ആയിട്ടുള്ള സഫയർ കൊടുത്തിരിക്കും. ലൈഫ് ടൈം യൂസേജ് അതൊക്കെ ബെനിഫിറ്റിലാവും. ചൊവ്വയ്ക്ക് പകരം നമ്മൾ ചൊവ്വയുടെ റെഡ് കോറിന് പകരം റെഡ് കർണേലിയൻ. അപ്പോൾ റെഡ് കർണേലിയൻ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലും യെല്ലോ സഫയർ എന്ന് പറയുന്ന പ്രീഷ്യസ് സ്റ്റോണും ഇദ്ദേഹത്തിന് ലൈഫ് ടൈം യൂസ് ചെയ്യാം. അത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും 100%. ഇവിടെ മേടലഗ്നമാണ്, ലഗ്നാധിപൻ്റെ കല്ല് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ടുള്ള റെഡ് കർണേലിയനാണ് കൊടുക്കാത്തതിന് കാരണം ചന്ദ്രൻ്റെ 7th ഹൗസ് നിൽക്കുന്നു. ചൊവ്വയ്ക്ക് ഇപ്പോൾ ചൊവ്വ ദോഷമുള്ള മാംഗലിക്കാണോന്ന് ചോദിച്ചാൽ അല്ല ഈ ചാർട്ട്. അപ്പോൾ ചൊവ്വയുടെ സ്റ്റോണുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ലഗ്നം കൊണ്ട് മാത്രമല്ല ചന്ദ്രൻ്റെ കൊണ്ടും നമുക്കതിൻ്റെ ഹൗസ് ഏതാണെന്ന്. ഇപ്പോൾ 7th ഹൗസിൽ നിൽക്കുന്ന ചൊവ്വയാണല്ലോ എപ്പോഴും ദോഷകാരകരായിട്ട് പറയുന്നത്. ചൊവ്വ ദോഷമൊന്നും 7-ലും 8-ലും ഒക്കെ നിൽക്കുന്നത്. അതെ അതെ. അപ്പം അതൊരു മാരക സ്ഥാനം ആയതുകൊണ്ടാണല്ലോ. അപ്പം അതിൻ്റെ കല്ല് കൊടുക്കാവോ ധരിക്കാവോ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ആ ഒരു ചാർട്ടിൽ അവിടെ ഈ ചൊവ്വയുടെ രത്നം നമ്മൾ കൊടുക്കാത്തതും അല്ലേ? അതെ അതെ അതെ. അതിന് പകരമായിട്ടുള്ള റെഡ് കർണേലിയൻ നമ്മൾ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വലിയ അതോറിറ്റിയായിട്ട് സംസാരിക്കുന്നതല്ല കേട്ടോ. എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അത് ജെം സ്റ്റോൺസ് സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അവരൊക്കെ നല്ല പാണ്ഡിത്യം ഉള്ള ആൾക്കാരുണ്ട്. വളരെ നല്ല അസ്ട്രോളജിസ്റ്റ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇത് തന്നെ നിത്യത്തൊഴിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ
ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുന്നു. ആൾക്കാർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അല്ലാതെ ഒരു ഗുരുസ്ഥാനത്തു നിന്ന് അല്ല സംസാരിക്കുന്നത്, അങ്ങനെ വിചാരിക്കരുത്. അപ്പം 7th ഹൗസിലും 8th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ലുകൾ ഞാൻ കൊടുക്കാറില്ല. ഇവൻ ലഗ്നാധിപനാണെങ്കിൽ പോലും ഞാൻ ചൊവ്വയുടെ കല്ല് കൊടുക്കാറില്ല. കാരണം അവിടെ ഒരു അപകടം, അവിടെ ഒരു ചെറിയൊരു അപകടം. നമ്മളെന്തിനും റിസ്ക് എടുക്കുന്നത്? റിസ്ക് എടുക്കേണ്ട കാര്യമില്ല ഇതിനകത്ത്, പ്രത്യേകിച്ച് ഈ അതെ രത്നങ്ങളുടെ കാര്യത്തിൽ. ഈ വേഴത്തിൻ്റെ കല്ല് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഈ ചാർട്ടിൽ ഈ മൂണ് ഡെബിലിറ്റേറ്റഡ് ആണെന്ന് പറഞ്ഞു, അതൊരു നീചസ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ഈ മൂണിന്റെ അല്ലെങ്കിൽ ചന്ദ്രന്റെ രത്നങ്ങൾ എന്തെങ്കിലും ആൾക്ക് ഉപയോഗിക്കാൻ ഒരിക്കലും പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. അത് അവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന സെൻറ്റൻസ്, രത്നങ്ങൾ എപ്പോഴും എക്സിസ്റ്റിംഗ് പ്ലാനറ്ററി പൊസിഷൻ ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ, ഒരു ട്രിഗർ ചെയ്യത്തുള്ളൂ. മൂണിപ്പോൾ ഒരു 75% നീചാവസ്ഥ നിൽക്കുക. അത് 3 ഡിഗ്രിയിലാണ് മറ്റേ നിൽക്കുന്നത്, നല്ല നീചത്തിൽ നിൽക്കുക. അതിന് വീണ്ടും അതിൻ്റെ പേളോ കോറൽസോ ഇട്ട് അയാൾ ഹെൽത്ത് തന്നെ ആദ്യം പോകും. കാരണം 8th ഹൗസ് ഹെൽത്തും കൂടെയാണല്ലോ. പിന്നെ മൂൺ റിലേറ്റഡ് മാനസികമായിട്ട് പുള്ളിയുടെ നിലപാടേ മാറും, ഒന്നുകൂടെ ഡൗൺ ആയി പോകും. കാരണം സൂര്യനും ചന്ദ്രനും പോയാണ്ട് പുള്ളിക്ക് ഒരു ഡിപ്രഷൻ ഒരു ഇതുണ്ട് ഓൾറെഡി. അതിന് വീണ്ടും ഈ പിന്നെ സൈനസ് പോലെയും റൊമാറ്റിക് കംപ്ലൈൻസ്, റണ്ണിങ് നോസുകൾ, എല്ലാ അസുഖങ്ങളും ഒഴിയത്തില്ല. പിന്നെ തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഒഴിയാതെ വെക്കും. അപ്പോൾ ഒരിക്കൽ പോലും അത് കൊടുക്കരുത്. ചന്ദ്രൻ നീചാവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ്റെ സ്റ്റോൺ കൊടുക്കാറുണ്ട് പലരും. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുമല്ല. നമ്മൾ കുറച്ചും കൂടി ഇതിനകത്ത് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ രത്നശാസ്ത്രം എന്ന് പറയുന്ന ബുക്കിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഇത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിലാണല്ലോ അത് റിലീസ് ചെയ്ത്. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ കുറേ സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ അതിനകത്ത് ഇന്ന കാര്യങ്ങൾ പോരായിരുന്നു എന്നൊക്കെ എനിക്ക് തന്നെ തോന്നലുണ്ട്, ഇന്നതുകൂടെ എഴുതാമായിരുന്നു എന്നൊക്കെ. അതെല്ലാം ഒന്ന് പരിഹരിക്കത്തക്ക രീതിയിൽ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ രത്നശാസ്ത്ര എപ്പിസോഡിൽ നമുക്ക് ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. മേടലഗ്നം അല്ലെങ്കിൽ മേടലഗ്നക്കാർ ഉപയോഗിക്കുന്ന രത്നങ്ങളുടെ ഒരു പ്രത്യേകതകൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇത് കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നന്ദി, നമസ്കാരം.